ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ മൊഴിയും ED പരിശോധിക്കും. അന്വേഷണം ഏറ്റെടുത്ത ED SITയോട് കൂടുതൽ രേഖകൾ തേടാനൊരുങ്ങുകയാണ്. രേഖകൾ കൈമാറിയ ശേഷമുള്ള അന്വേഷണ പുരോഗതി വിവരങ്ങളും ED വിലയിരുത്തും. SIT കൈമാറിയ രേഖകളുടെ പരിശോധന ED പൂർത്തിയാക്കുകയാണ്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ മൊഴിയും ED പരിശോധിക്കും എന്നാണ് മനസ്സിലാകുന്നത്. അന്വേഷണം ഏറ്റെടുത്ത ED SITയോട് കൂടുതൽ രേഖകളും തേടുന്നു എന്ന് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അമൽ, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ചില മൊഴിപ്പകർപ്പുകൾ, FIRകൾ എന്നിവ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് SITയിൽ നിന്ന് ലഭിച്ചിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള ചോദ്യം ചെയ്യൽ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലൊന്നും തന്നെ, സ്വർണ്ണക്കവർച്ചയിലെ പ്രധാനപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ അന്വേഷണ സംഘത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് തന്ത്രി കണ്ഠരര് മോഹനരുടെ മൊഴി അടക്കം അന്വേഷണ സംഘത്തോട്, SITയോട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തേടാനൊരുങ്ങുന്നത്. കാരണം നിലവിൽ ചോദ്യം ചെയ്യേണ്ടവരുടെ പട്ടികയിൽ തന്ത്രി കണ്ഠരര് മോഹനരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടുത്തിയിട്ടില്ല. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഒപ്പം തന്നെ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളെയാണ് ചോദ്യം ചെയ്യാൻ വേണ്ടി ആദ്യഘട്ട പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ തന്ത്രി കണ്ഠരര് രാജീവർ അടക്കമുള്ള ആളുകളുടെ മൊഴി പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും തുടർ നടപടി. നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിലയിരുത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി, അതായത് രേഖകൾ സമർപ്പിച്ച ശേഷം, EDക്ക് രേഖകൾ ലഭിച്ച ശേഷം പുതുതായി കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങൾ അത് പരിശോധിക്കുക എന്നത് തന്നെയാണ്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് SIT വ്യത്യസ്ത നിലപാടുകളുള്ള റിപ്പോർട്ടുകളായിരുന്നു നൽകിയിരുന്നത്. ഒന്ന് ഹൈക്കോടതിയിൽ നൽകിയതിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ഭാഗത്ത് നിന്ന്, അല്ലെ രാജീവർ അറിയാതെയാണ് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത്, രാജീവരുടെ അനുമതി തേടിയിരുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ രാജീവരെ ഈ ഒരു സംഭവവുമായി കുറ്റക്കാരനാക്കുന്ന വിധത്തിൽ തന്നെയായിരുന്നു SIT പിന്നീട് റിമാൻഡ് റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നത്. ഈ ഒരു വൈരുദ്ധ്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ധാർമ്മികമായ ഒരു വീഴ്ച മാത്രമാണ് തന്ത്രി കണ്ഠരര് രാജീവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. സ്വർണ്ണക്കവർച്ചയിൽ നേരിട്ട് രാജീവർ പങ്കാളിയായിട്ടില്ല. എന്നാൽ പകരം ദേവന്റെ അനുവാദം, അനുജ്ഞ വാങ്ങുന്നതടക്കമുള്ള കാര്യങ്ങളിൽ, തന്ത്രപരമായ കാര്യങ്ങളിൽ, താന്ത്രിക കാര്യങ്ങളിൽ ഉണ്ടായ വീഴ്ചയുടെ പേരിലാണ് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയത് എന്നത് തന്നെയാണ് SITയും വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് മൊഴിയാണ് തന്ത്രി കണ്ഠരര് രാജീവര് SITക്ക് നൽകിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ വിശദമായി തന്നെ അന്വേഷണം നടത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തും. അതിനുശേഷമായിരിക്കും ചോദ്യം ചെയ്യണമോ, തന്ത്രിയെ ചോദ്യം ചെയ്യണമോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം എത്തുകയുള്ളൂ. മാത്രമല്ല, പ്രധാനപ്പെട്ട മറ്റു ചില രേഖകൾ കൂടി എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ കേസിൽ അന്വേഷണം നടത്തേണ്ട എല്ലാ വശങ്ങളെയും സ്പർശിച്ചുകൊണ്ടുള്ള വിവരശേഖരണം പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്ന കൂടുതൽ രേഖകൾ അത് തേടുന്നതിന് വേണ്ടി അന്വേഷണ സംഘം ഒരുങ്ങുകയാണ്. ഈ രേഖകൾ കണ്ടെത്തുന്നതിനുള്ള നടപടികളിലേക്കായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ കടക്കുക. എന്നാൽ ആദ്യഘട്ടത്തിൽ പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യലുകൾ തന്നെയായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പൂർത്തിയാക്കുക. ഒപ്പം തന്നെ തന്ത്രിയുടെ മൊഴി കൂടി പരിശോധിച്ച് തുടർ നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രത്യേക അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ മൊഴിയും ED പരിശോധിക്കും. അന്വേഷണം ഏറ്റെടുത്ത ED SITയോട് കൂടുതൽ രേഖകൾ തേടാനൊരുങ്ങുകയാണ്. രേഖകൾ കൈമാറിയ ശേഷമുള്ള അന്വേഷണ പുരോഗതി വിവരങ്ങളും ED വിലയിരുത്തും. SIT കൈമാറിയ രേഖകളുടെ പരിശോധന ED പൂർത്തിയാക്കുകയാണ്. വിവരം നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.